സമരം ശക്തമാക്കി സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി ഡോക്ടർമാർ. ഇന്ന് OP വിഭാഗം സ്തംഭിക്കും. ശമ്പള പരിഷ്കരണവും നിയമന വർധനവും ആവശ്യപ്പെട്ട് നടത്തിയ സൂചന സമരങ്ങളിൽ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് KGMCTA നിലപാട് കടുപ്പിക്കുന്നത്. AK അഭിലാഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. AK അഭിലാഷ്, ഗുഡ് മോർണിംഗ്. വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അടക്കമുണ്ട്. ഇതിൽ അതുമായി ബന്ധപ്പെട്ട് സൂചനാ പണിമുടക്ക് നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അതിലൊരു കാര്യവും ഉണ്ടായില്ല. രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു പണിമുടക്ക് മാറുന്നതിന് പിന്നിൽ സർക്കാരിന് തന്നെയാണ് എന്നുള്ളൊരു ആരോപണം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരത്തിലേക്ക് അവർ കടക്കുകയും ചെയ്യുന്നത്. ഇന്ന് എത്രത്തോളം ഈ ബാധിക്കും ഈ ഡോക്ടർമാരുടെ സമരം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ശ്രുതി, പാർവതി, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ദീപാവലി. ഏതായാലും ഇന്നിപ്പോൾ ഡോക്ടർമാരുടെ സമരമാണ്. അതിൽ പ്രധാനമായും KGMCTയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. നേരത്തെ ഈ അധ്യാപനമൊക്കെ നിർത്തിവെച്ചുകൊണ്ട് അവർ സൂചനാ സമരം നടത്തിയിരുന്നു. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിനനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല. അതോടൊപ്പം തന്നെ അതിനെ മുഖം തിരിച്ചു എന്നാണ് ഇപ്പോൾ KGMCTയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ പറയുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ OP ബഹിഷ്കരിക്കാനുള്ള ഒരു നീക്കം അവർ നടത്തുന്നത്. ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ OP ബഹിഷ്കരിച്ചുകൊണ്ടായിരിക്കും അവർ പ്രതിഷേധ സമരം നടത്തുക. ഇതിൽ പ്രധാനമായും 4 ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലൊന്ന് ശമ്പള ക്ഷാമബത്ത കുടിശ്ശിക നൽകുക, അതോടൊപ്പം തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലെ ശമ്പള നിർണയ അപാകതകൾ പരിഹരിക്കുക, രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി ഡോക്ടറെ നിയമിക്കുക, പുതിയ മെഡിക്കൽ കോളേജിൽ താൽക്കാലിക പുനർവിന്യാസത്തിലൂടെ ഡോക്ടർമാരെ നിയമിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്ന് OPയിൽ ജൂനിയർ ഡോക്ടർമാരും അതോടൊപ്പം തന്നെ PG ഡോക്ടർമാരും മാത്രമേ ഉണ്ടാവൂ എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അത്യാവശ്യ ചികിത്സയോ ആവശ്യമുള്ള ആളുകൾ മാത്രമേ OPയിലേക്ക് വരാവൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന് രോഗികളാണ് ദിവസേന അവിടെ OPയെ ആശ്രയിക്കുന്നത്. ഈ രോഗികളൊക്കെ വിദഗ്ധ ചികിത്സ വേണ്ടിവരുന്ന രോഗികൾ തന്നെയായിരിക്കും. അവർക്കൊക്കെ ചികിത്സ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ന് ഉണ്ടാവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പല ദൂരദിക്കുകളിൽ നിന്ന് അടക്കം എത്തുന്ന രോഗികളടക്കം ഈ കൂട്ടത്തിലുണ്ടാവും. അവർ വലിയ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അതോടൊപ്പം തന്നെ ഈ സമരം ഇന്ന് അവസാനിപ്പിക്കുന്നില്ല എന്നതാണ്. കാരണം സർക്കാരിന്റെ ഭാഗത്ത് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ റിലേ OP ബഹിഷ്കരണം എന്നുള്ള വളരെ കൃത്യമായ ഒരു സമരമാർഗത്തിലേക്ക് അവർ കടക്കാൻ പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് KGMCTയുടെ നേതൃത്വം നടക്കുന്ന സമരം വലിയ ശക്തി പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇത് രോഗികളെയായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കാനും പോകുന്നത്. ശരി, AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. സമരം ശക്തമാക്കുകയാണ് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രി ഡോക്ടർമാർ.